അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾ റാണിപ്പുറം എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റാണിപ്പുറയിൽ വളരെയേറെ നല്ല രീതിയിലുള്ള വളരെയേറെ നാച്ചുറലായിട്ടുള്ള ഒരു റിസോർട്ടാണ് പീകോക്ക് റിസോർട്ട്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ഇദ്ദേഹം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയും. ഇദ്ദേഹത്തിന് നിങ്ങളുടെ പേരെന്താണ്? നമസ്കാരം, എൻ്റെ പേര് പ്രതീഷാണ് ഇവിടുത്തെ ഓണർ. ഇതിൻ്റെ ഓണറല്ല, മാനേജിങ് മാനേജറാണ്. അപ്പോൾ ഇവിടുത്തെ നല്ലൊരു ഞങ്ങൾ ഒരു ദിവസം ഇവിടെ വന്ന് സ്റ്റേ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ സർവീസും അതേപോലെ ഇവിടുത്തെ സൗകര്യം വളരെ നല്ല രീതിയിലുള്ളതായ ഒരു ഇപ്പോഴത്തെ തലമുറയിലേക്ക് ഇപ്പോഴത്തെ യുവാക്കന്മാർക്കും അതേപോലെ ഫാമിലിക്കും സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടും കൂടിയാണ് പീകോക്ക് റിസോർട്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയും. നമസ്കാരം. നമ്മുടെ പീകോക്കിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ പീകോക്കിൻ്റെ ആംബിയൻസ് ആണ് പീകോക്കിനെ എടുത്തു കാണിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഇതുണ്ട്. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഇവിടുത്തെ നല്ല നാച്ചുറലായിട്ടുള്ള ആ ഒരു ക്ലൈമറ്റും വളരെയേറെ നല്ല രീതി. ഇവിടുത്തെ റൂമിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? എത്ര രൂപ മുതൽ എത്ര ഇവിടെ സ്റ്റാർട്ടിങ് 1500 ആണ് കപ്പിൾസ് റൂം. പിന്നെ ഡോർമെറ്ററി വിതൗട്ട് ഫുഡ് ചാർജ് അല്ല, വിതൗട്ട് ഫുഡ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യും. ഓപ്പൺ കിച്ചൺ ഉണ്ട്. ഇത് ഓപ്പൺ കിച്ചണാണ്. ഓപ്പൺ കിച്ചണാണിത്. ഇത് ചാർജബിൾ ആണ്. അവിടെ നമ്മൾ സ്റ്റൗ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. പിന്നെ ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ബാർബിക്യൂ ചെയ്യാം. പിന്നെ അതല്ലാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. പിന്നെ ഇതൊരു പ്ലേ ഏരിയ ആണ്. ഇവിടെ ഷട്ടിൽ കളിക്കാം, അതേപോലെ ബാസ്ക്കറ്റ് കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ആ മേളിൽ കാണുന്ന ഒരു ട്രീ ഹെഡ് ആണ്. അത് 3500 ആണ്. 3 പേർക്കാണ് അതിൽ അലൗഡ്. 3 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. 3 പേർക്ക് സ്റ്റേ ചെയ്യാം. ഓക്കെ. പീകോക്കിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ആംബിയൻസിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു കൺസ്ട്രക്ഷനാണ്. ഈ മേളിൽ കാണുന്ന റൂമുകളെല്ലാം 3500. പിന്നെ ഫാമിലി സ്യൂട്ട് ഉണ്ട് 5000, അതേപോലെ 3000. പിന്നെ അതിൻ്റെ പുറകിൽ ബാക്ക് സൈഡിൽ വ്യൂ ഇല്ലാതെ ഒരു കപ്പിൾസ് റൂം ഉണ്ട്. ഏറ്റവും മേളിൽ കാണുന്നത് ഒരു വ്യൂ ടവറാണ്. അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നല്ല ആംബിയൻസ് ആണ്, നല്ല രസമാണ് കാണാൻ. അതിൻ്റെ സ്റ്റെപ്പ് രണ്ടാമത്തേതിലുള്ളത് റൂമൊക്കെ എത്ര റേറ്റ്? ഏറ്റവും മേളിൽ കാണുന്ന വിത്ത് ബാൽക്കണി കാണുന്നത് 3500. അതിൻ്റെ തൊട്ട് താഴെ കാണുന്നത് 3000. അതിൻ്റെ തൊട്ട് താഴെ ഈ സെൻട്രലായിട്ട് കാണുന്നത് അത് ഫാമിലി സ്യൂട്ടാണ് 5000. പിന്നെ ഈ ഫസ്റ്റ് റൂമിൽ കാണുന്നത് രണ്ടും 3500 ആണ്. അതേപോലെ സ്വിമ്മിംഗ് പൂള് ഇവിടെ. ഈ സ്വിമ്മിംഗ് പൂൾ നമ്മൾ ഫിൽട്ടർ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കുന്ന സ്വിമ്മിംഗ് പൂളാണ്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ. അത് നമുക്ക് ജസ്റ്റ് കാണാം. ഇത് വേറെ റിസോർട്ടിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഇതല്ലേ? ഒരുപാട് നമ്മൾ വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ ഇങ്ങനെ ചെയ്തതും. അതേപോലെ തന്നെ ഇവിടെ ഒരു തോടായിരുന്നത്. ആ തോടിന് നമ്മൾ ചെറിയ പൂളായി ഇതൊക്കെ അല്ലേ? അതെ. പിന്നെ അതൊരു ഓപ്പൺ സ്റ്റേജ്. അവിടെ നമുക്ക് രാത്രിയിൽ DJ മൈക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ അവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിൽ അവിടെയാണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്ന ഏരിയ ഇവിടെയാണ്. ഇപ്പം മഴയുള്ള സമയത്ത് അത് സാധ്യമല്ല. പിന്നെ ബാർബിക്യൂ കാര്യങ്ങളൊക്കെ ചൂടാനൊക്കെ
ഇവിടെയാണ്. ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. ഇതൊക്കെ ഭാഗത്തിന്റെ ടൂറിസ്റ്റ് ഒക്കെ ഇവിടേക്ക് വരും? ഭാഗത്തിനൊക്കെ വരാൻ പറ്റും? പല സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ സൗകര്യം, റൂട്ട് സൗകര്യം, അതേപോലെ ഏരിയത്തിനൊക്കെ സുള്ളിയ ഏരിയയിൽ നിന്ന് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ സുള്ളിയ പാണത്തൂർ റോഡ് പിടിച്ച് കഴിഞ്ഞാൽ പാണത്തൂർ വന്നു കഴിഞ്ഞാൽ പാണത്തൂർ നിന്ന് ഈസിയാണ് ഇങ്ങോട്ട് വരാൻ. ഓക്കെ. കാഞ്ഞങ്ങാട് റൂട്ടിൽ. പിന്നെ അതേപോലെ കാസർഗോഡ് നമുക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട്. കാസർഗോഡ് നിന്നും പയ്യന്നൂർ, കണ്ണൂർ, ഈവൻ കോഴിക്കോട്, മംഗളൂർ, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നവരുണ്ട്. ഇനി വണ്ടി ഇല്ലാത്ത ആൾക്കാർ സൗകര്യം ഉണ്ടോ? ബസ് സൗകര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റാണിപുരത്തേക്ക് രാവിലെ ഫ്രം കാഞ്ഞങ്ങാട് നിന്ന് 8 മണിക്ക് വണ്ടി വിടുന്നുണ്ട്, ഒരു KSRTC ബസ്. അത് 8 മണിക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഏകദേശം 9:30 ആകുമ്പോഴത്തേക്കും റാണിപുരത്തെത്തും. പിന്നെ വൈകുന്നേരം ഇവിടുന്ന് 4 മണിക്ക് ഒരു ബസ്സുണ്ട്. പിന്നെ രാവിലെ വരുന്ന ബസ് ഒരു 10 മണിയോടുകൂടി ഇവിടുന്ന് തിരിക്കും റിട്ടേൺ പോകും കാഞ്ഞങ്ങാടേക്ക്. 2 ബസ്സാണ് നിലവിൽ ഇങ്ങോട്ട് സർവീസ് നടത്തുന്നത്. പിന്നെ വ്യൂ പോയിന്റ് കാണാനുള്ള ഇത് ഇപ്പോൾ എത്ര വ്യൂ പോയിന്റ് കാണാൻ രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 3 മണി വരെ എൻട്രി ഉണ്ട്. ബൈ വാക്കാണ്, നടന്നു വേണം പോകാൻ. അവിടെ എത്ര മണിക്കൂറിന്റെ നടത്ത വാക്കുണ്ട്? ഏകദേശം 1 സൈഡ് 1.5 മണിക്കൂർ നടക്കാനുണ്ടാവും. 2 സൈഡ് ആകുമ്പോൾ 2 സൈഡും കൂടെ ഏകദേശം ഒരു 3 മണിക്കൂർ. 2.5 കിലോമീറ്റർ ഉണ്ടാവും. 2.5 കിലോമീറ്റർ. ഇവിടുന്ന് എത്ര ഉണ്ട് ആടൊക്കെ? ഇവിടുന്ന് പോയിന്റിലേക്ക് ഏകദേശം ഒരു 3/4 കിലോമീറ്റർ. 3/4 കിലോമീറ്റർ അത്ര കിലോമീറ്റർ. നല്ല ഒരു റിസോർട്ടാണ്. ഞങ്ങൾക്കൊരു വളരെയേറെ ഇഷ്ടപ്പെട്ട ഫുഡിൻ്റെ കാര്യത്തിലും അതേപോലെ ഇവിടുത്തെ സർവീസിൻ്റെ കാര്യത്തിലും നല്ലൊരു റിസോർട്ടും കൂടിയാണ് പീകോക്ക് റിസോർട്ട്. അതുകൊണ്ട് യാത്രയൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഈ ഒരു റിസോർട്ട് ചൂസ് ചെയ്താൽ അവരുടെ പണം അവർക്ക് മുതലാകുമെന്നതിൽ യാതൊരു സംശയമില്ല. യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാത്ത നല്ല ഫാമിലിയായി താമസിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടും കൂടിയാണ് പീകോക്ക് റിസോർട്ട്. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നല്ല രീതിയിലുള്ള ഇവിടെ ഇരുന്ന് ആടാനും നല്ല സുഖമാണ്. ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടാനും നല്ല സുഖമാണ്. അതെ അതെ അതെ. എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തത്. മനസ്സറിഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ, ഓർ പറഞ്ഞിട്ടല്ല, ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് കൊണ്ടാണ് എനിക്ക് ഇവിടുത്തെ ആംബിയൻസും ഇവിടുത്തെ സർവീസും ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവവും അതേപോലെ നല്ല രീതിയിലുള്ള ഫുഡും ഇതൊക്കെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇവിടെ ഞാൻ ഇതാക്കിയത്. അതുകൊണ്ട് ആർക്കെങ്കിലും ഇവിടുത്തെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ വിളിച്ച് ഇൻഷാ അല്ലാഹ് വന്ന് നിങ്ങളിവിടെ സ്റ്റേ ചെയ്യാം.